ഹായ് സ്റ്റുഡൻസ്, ഞാൻ ലീമ പ്രസാദ്. ഇന്നത്തെ നമ്മുടെ ഫാർമക്കോളജി ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൻറ്റി മാനിക് ഡ്രഗ്സ് ആണ്. മൂഡ് സ്റ്റെബിലൈസേഴ്സ്. ആൻറ്റി മാനിക് ഡ്രഗിൻ്റെ വേറെ പേരാണ് മൂഡ് സ്റ്റെബിലൈസേഴ്സ്. ഓക്കെ, സോ മൂഡ് സ്റ്റെബിലൈസേഴ്സ് പഠിക്കുമ്പോൾ ആദ്യം തന്നെ വി ഹാവ് ടു നോ വാട്ട് ഈസ് മൂഡ് ഡിസോർഡേഴ്സ്. മൂഡ് ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് അതിനകത്ത് വരുന്നത്? മെയിനായിട്ടും മാനിയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കാരണം മാനിയ, ഡിപ്രഷൻ രണ്ടും മൂഡ് ഡിസോർഡേഴ്സാണ്. പക്ഷേ ഡിപ്രഷന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ആൻറ്റി ഡിപ്രസൻസ്, അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് കൊടുക്കുക. പിന്നെ ഡിപ്രഷൻ അല്ലാതെ വരുന്ന ഒരു മൂഡ് ഡിസോർഡറാണ് മാനിയ. മാനിയ എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, എക്സൈറ്റേറ്ററി ഫേസ് അല്ലെങ്കിൽ ഭയങ്കര എലിവേറ്റഡ് ആയിട്ടുള്ള മൂഡാണ് മാനിയ എന്ന് പറയുന്ന സ്റ്റേറ്റ്. ഓക്കെ, പിന്നെ മാനിയ മാത്രമായിട്ട് ചില പേഷ്യൻസിന് വരാറുണ്ട്. അതേപോലെ തന്നെ മാനിയയും ഡിപ്രഷനും ഓൾട്ടർനേറ്റീവായിട്ട് ഇപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം, ഒരാഴ്ചത്തേക്കൊന്നുമല്ല, സാധാരണയായിട്ട് ഒരു മാസം 2 മാസം അങ്ങനെ ഒരു കാലാവധിയിലേക്കൊക്കെ മാനിയ എപ്പിസോഡായിട്ട് കാണും. അത് കഴിയുമ്പോൾ ഒരു മാസം 2 മാസത്തേക്ക് ഡിപ്രഷൻ ഫേസ് വരും. അങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് മാനിയയും ഡിപ്രഷനും മാറി മാറി വരുന്ന ഒരു ഫേസ് ഉണ്ട്. അതാണ് ബൈപ്പോളാർ അഫക്റ്റീവ് ഡിസോർഡർ അല്ലെങ്കിൽ ബൈപ്പോളാർ ഡിസോർഡർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ഈ ബൈപ്പോളാർ ഡിസോർഡറും മാനിയയും ഡിപ്രഷനും ഒക്കെ തന്നെ നമ്മൾ മൂഡ് ഡിസോർഡേഴ്സ് ആയിട്ട് പറയാം. ഓക്കെ, സോ ഇതെല്ലാം തന്നെ മൂഡ് ഡിസോർഡേഴ്സ് ആണ്. ദെൻ മൂഡ് സ്റ്റെബിലൈസേഴ്സ്. ഈ മൂഡ് ഡിസോർഡേഴ്സിന് എസ്പെഷ്യലി മാനിയ അല്ലെങ്കിൽ ബൈപ്പോളാർ അഫക്റ്റീവ് ഡിസോർഡറിൽ കൊടുക്കുന്ന മെഡിസിൻസ് ആണ് മൂഡ് സ്റ്റെബിലൈസേഴ്സ് അല്ലെങ്കിൽ ആൻറ്റി മാനിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മാനിക് എപ്പിസോഡിൽ കൊടുക്കുന്നതുകൊണ്ട് ആൻറ്റി മാനിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഡിപ്രഷൻ ഫേസിലാണെങ്കിൽ ആൻറ്റി ഡിപ്രസൻസ് ആയിരിക്കും കൂടുതൽ കൊടുക്കാറുള്ളത്. ഓക്കെ, മൂഡ് സ്റ്റെബിലൈസേഴ്സിൽ മെയിനായിട്ടും 3 മെഡിസിൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനകത്ത് ഒന്നാമത്തത് ലിഥിയം കാർബണേറ്റ്. ഓക്കെ, ലിഥിയം കാർബണേറ്റ് ആണ് ഫസ്റ്റ് പ്രയോറിറ്റി ഡ്രഗ്. സെക്കൻഡ് സോഡിയം വാൽപ്രയേറ്റ്. ഓക്കെ, സോ സെക്കൻഡ് ഡ്രഗാണ് സോഡിയം വാൽപ്രയേറ്റ്. പിന്നെ ഒരു ഡ്രഗ് കൂടെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, കാർബമസെപ്പൈൻ. ഓക്കെ, കാർബമസെപ്പൈൻ. അപ്പോൾ ഇത് 3ഉമാണ് മൂഡ് സ്റ്റെബിലൈസേഴ്സിൻ്റെ താഴെ വരുന്ന ഡ്രഗ്സ്. ഓക്കെ, ഇനി ലിഥിയം കാർബണേറ്റ്. ലിഥിയം എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ആണ്. ഓക്കെ, സോ ഈ ലിഥിയം എലമെൻറ്റ് വിത്ത് ആറ്റോമിക് നമ്പർ 3 ആണ് അതിൻ്റെ ആറ്റോമിക് നമ്പർ. അപ്പോൾ ഈ ഒരു എലമെൻറ്റിന് അതൊരു മെറ്റാലിക് സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ മെറ്റാലിക് സബ്സ്റ്റൻസ് നമ്മൾ മെഡിസിനായിട്ട് ഇവിടെ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 750 to 2000 mg പെർ ഡേ ഒരു ദിവസം ഡിവൈഡഡ് ഡോസസ് ആയിട്ട് നമുക്ക് കൊടുക്കാം. അപ് ടു 2000 mg പെർ ഡേ വരെ നമുക്ക് കൊടുക്കാവുന്നതാണ്. അടുത്തത് മെക്കാനിസം ഓഫ് ആക്ഷൻ. അപ്പോൾ മെക്കാനിസം ഓഫ് ആക്ഷൻ പറയുമ്പോൾ ഇറ്റ് ഓൾട്ടർ ദ ട്രാൻസ്പോർട്ട് ഓഫ് സോഡിയം ചാനൽസ് ഇൻ ദ ന്യൂറോൺസ്. ഓക്കെ, സോ ന്യൂറോൺസിലുള്ള സോഡിയം അയോണിൻ്റെ ട്രാൻസ്പോർട്ടിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും. സോഡിയം അയോണിൻ്റെ ട്രാൻസ്പോർട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇറ്റ് റെഡ്യൂസസ് ദ എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ. അപ്പോൾ സോഡിയം അയോണിനെ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് പറ്റും? ന്യൂറോൺസിലുള്ള എക്സൈറ്റ്മെൻറ്റ് കൊടുക്കുന്ന ന്യൂറോ കെമിക്കൽസ് റെഡ്യൂസ് ചെയ്യും. അതായത് ഡോപ്പമൈനും കാറ്റക്കോളമൈനുമാണ് ഈ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന ന്യൂറോ കെമിക്കൽസ്. അപ്പോൾ സോഡിയം ചാനലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് വഴി ഡോപ്പമൈൻ്റെയും കാറ്റക്കോളമൈൻ്റെയും ലെവലിനെ റെഡ്യൂസ് ചെയ്യുന്നു. അതേസമയം വേറൊരു കാര്യം കൂടെ ചെയ്യും, നമുക്ക് നമ്മുടെ മൂഡിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ എക്സൈറ്റ്മെൻറ്റിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന വേറൊരു ന്യൂറോ കെമിക്കലുണ്ട്, അതാണ് ഗാബ. അതിനെ ഇൻഹിബിറ്ററി ന്യൂറോ കെമിക്കൽ എന്ന് പറയും. ഈ ഗാബയുടെ ലെവലിനെ കൂട്ടുകയും ചെയ്യും. അപ്പോൾ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന ഡോപ്പമൈനെയും കാറ്റക്കോളമൈനെയും കുറയ്ക്കുകയും ചെയ്യും. ഇൻഹിബിഷൻ ഉണ്ടാക്കുന്ന ഗാബ എന്ന ന്യൂറോ കെമിക്കലിനെ കൂട്ടുകയും ചെയ്യും. ഓക്കെ, സോ റെഡ്യൂസ് ദ എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ദാറ്റ് ഈസ് catecholamines. At the same time increase the inhibitory neurotransmitters that is GABA. അപ്പോൾ ഇത് രണ്ടും ചെയ്യുന്നത് വഴിയാണ് ലിഥിയം നമ്മുടെ മൂഡ് സ്റ്റെബിലൈസറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ആക്ഷൻ. വേറൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം, ഇറ്റ് ഹാസ് നോ എനി അക്യൂട്ട് എഫക്റ്റ്. അതായത് പെട്ടെന്ന് മൂഡ് എലിവേറ്റഡ് ആയിട്ട് വരുന്ന ഒരാൾ നമുക്ക് ഇത് കൊടുത്തുകൊണ്ട് ഇൻസ്റ്റൻറ്റ് എഫക്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല, അക്യൂട്ട് എഫക്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല. അതിന് ഒരു 1 to 2 വീക്സ് ടൈം എടുക്കും. ലിഥിയമാണ് നമ്മളുടെ ഒരു മൂഡ് സ്റ്റെബിലൈസറായിട്ട് നമ്മൾ എന്തായാലും ഇത് കൊടുക്കും. പക്ഷേ 1 to 2 വീക്സ് കൊണ്ട് മാത്രമേ അയാളുടെ ആ എക്സൈറ്റ്മെൻറ്റ് കുറഞ്ഞ ഒരു നോർമൽ സ്റ്റേറ്റിലേക്ക് വരത്തുള്ളൂ. ഇൻസ്റ്റൻറ്റ് എഫക്റ്റ് കിട്ടത്തില്ല. സോ 1 to 2 വീക്സ് ഫോർ getting the result. ഇത്രയും കാര്യങ്ങളാണ് മെക്കാനിസം ഓഫ് ആക്ഷൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ,
ഇപ്പം നമ്മൾ മെക്കാനിസം ഓഫ് ആക്ഷൻ പഠിച്ചു. അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ലിഥിയമിൻ്റെ ബ്ലഡിലുള്ള സീറം ലെവൽ ഓഫ് ലിഥിയമാണ്. ഓക്കെ, സോ അതായത് ഇപ്പോൾ തെറാപ്യൂട്ടിക് ലെവൽ ഓഫ് ലിഥിയം ഈസ് 1 to 1.5 മില്ലി ഈക്വലൻറ്റ് പെർ ലിറ്റർ. ഓക്കെ, സോ 1 to 1.5 മില്ലി ഈക്വലൻറ്റ് പെർ ലിറ്റർ ആണ് തെറാപ്യൂട്ടിക് വാല്യൂ. അതായത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് സീറത്തിൽ, അതായത് നമ്മുടെ ബ്ലഡിൽ ലിഥിയമിൻ്റെ അളവ് 1 to 1.5 ഉണ്ടായിരിക്കണം. ദെൻ പ്രൊഫൈലാക്റ്റിക് ലെവൽ 0.6 to 1.2 മില്ലി ഈക്വലൻറ്റ് പെർ ലിറ്റർ. അതായത് ഇപ്പോൾ പേഷ്യൻ്റ് മാനിയാക് സ്റ്റേറ്റിൽ വന്നു നമുക്ക് അഡ്മിറ്റ് ആയി, അല്ലെങ്കിൽ ഒ പിയിൽ വന്ന് കാണുന്നു, അവർക്ക് ഈ മെഡിസിൻ കൊടുക്കുന്നു. മെഡിസിൻ കൊടുത്തിട്ട് ആ മെഡിസിൻ കൊടുക്കുന്ന സമയത്ത് ഇതായിരിക്കും ആദ്യം നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് 1 to 1.5 വരെ പോയാലും കുഴപ്പമില്ല. ഈ 1 to 2 വീക്സ് കൊണ്ട് അതിൻ്റെ ഒപ്റ്റിമം ലെവൽ ഓഫ് ആക്ഷനിലേക്ക് എത്തത്തുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ റിസൾട്ട് കിട്ടാൻ 1 to 2 വീക്സ് എടുക്കും. അപ്പോൾ ആ ഒരു 2 വീക്സ് കൊണ്ട് പേഷ്യൻ്റ് സ്റ്റേബിളാകും. സ്റ്റേബിളായി കഴിഞ്ഞ് നമ്മൾ ആ സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേറ്റിനെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് പേഷ്യൻറ്റിൻ്റെ ലെവലിലുള്ള ലിഥിയത്തിൻ്റെ വാല്യൂ 0.6 to 1.2 മില്ലി ഈക്വലൻ്റ് ആയിരിക്കണം. അതായത് എക്സ്ട്രീം മാനിയാക് സ്റ്റേറ്റിലുള്ള ഒരു സമയത്താണ് ഈ പറയുന്ന 1.5 വരെ പോകാമെന്ന് പറയുന്നത്. പേഷ്യൻ്റ് ആ മാനിയാക് സ്റ്റേറ്റിൽ നിന്ന് നമ്മുടെ ഒരു കൺട്രോളബിൾ അല്ലെങ്കിൽ നോർമൽ സ്റ്റേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 1.2 വരെ മാത്രമേ പോകാൻ പാടുള്ളൂ. അതായത് നമ്മുടെ ലിഥിയം മെഡിസിൻ്റെ ഡോസ് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ടോക്സിക് ലെവൽ എന്ന് പറയുന്നത് എബോവ് 1.5 ഏത് സമയത്ത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന സമയത്തായാലും ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ നമ്മൾ ആദ്യത്തെ ദിവസങ്ങളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് രാവിലെയും വൈകുന്നേരവും സീറം ലിഥിയത്തിൻ്റെ വാല്യൂ നോക്കും. പിന്നെ ഡെയിലി ഒരു സമയം മാത്രമായിട്ട് ഈവനിങ് സമയത്ത് നമ്മൾ സീറം ലിഥിയത്തിൻ്റെ വാല്യൂ നോക്കും. അപ്പോൾ മെയിൻറ്റെയിൻ ആയി പോകുന്നുണ്ട്, കുഴപ്പമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ബേസ്ഡ് ഓൺ ദ ലെവൽ, ഓക്കെ, സോ എത്ര ഡോസാണ് കൊടുക്കുന്നത് അതിനനുസരിച്ച് ഡോക്ടർ പറയും 2 days once അല്ലെങ്കിൽ 4 days once സീറം ലിഥിയം ചെക്ക് ചെയ്യാനായിട്ട് പറയും. ഓക്കെ, സോ അപ്പോൾ എന്തായാലും 1.5 മില്ലി ഈക്വലൻറ്റ് പെർ ലിറ്റർ എബോവ് പോയി കഴിഞ്ഞാൽ അതിനെ ടോക്സിക് ലെവലായിട്ട് പറയാം. ഓക്കെ, 2 മില്ലി ഈക്വലൻറ്റ് പെർ ലിറ്റർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് പോകും. അതൊക്കെ വളരെ ടോക്സിക് ലെവലാണ്. അപ്പോൾ നമ്മൾ കുഴപ്പമൊന്നുമില്ല, നമ്മൾ കറക്റ്റ് ഡോക്ടർ പറയുന്ന ഡോസ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക, കറക്റ്റായിട്ട് ബ്ലഡ് ടെസ്റ്റും ചെയ്യുക, അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാവുന്നതാണ്. ദെൻ ഇൻഡിക്കേഷൻസ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു മൂഡ് സ്റ്റെബിലൈസേഴ്സ് എപ്പോഴാണ് കൊടുക്കുക? മൂഡ് ഡിസോർഡേഴ്സിൽ. അതിനകത്ത് ആൻറ്റി മാനിയാക് ഡ്രഗാണ്. അതുകൊണ്ട് തന്നെ മാനിയാക്കിൻ്റെ ഒരു സ്റ്റേറ്റിൽ അല്ലെങ്കിൽ മാനിയ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് നമ്മളിത് ഫസ്റ്റ് പ്രിഫറൻസ് വരുന്നത്. ദെൻ BPAD, ദാറ്റ് ഈസ് ബൈപോളാർ അഫക്റ്റീവ് ഡിസോർഡർ. ബൈപോളാർ അഫക്റ്റീവ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ മാനിയ, ഡിപ്രഷൻ, ഈ രണ്ട് സ്റ്റേറ്റും മാറി ഓൾട്ടർനേറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റാണ് BPAD. ഓക്കെ, ദെൻ SIADH, ഓക്കെ, ദാറ്റ് ഈസ് ഇൻഅപ്രോപ്രിയേറ്റ് ADH. ഓക്കെ, സോ അതായത് ഇൻക്രീസ്ഡ് ADH എന്ന് വേണമെങ്കിൽ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പത്തിന് പറയാം. ADH ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ ഇൻക്രീസ്ഡ് ലെവലിൽ പ്രൊഡ്യൂസ് ആവുന്ന ഒരു സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ നമ്മുടെ ബോഡിയിൽ കൂടിക്കഴിഞ്ഞാൽ യൂറിൻ പ്രൊഡക്ഷൻ കുറയും, അപ്പോൾ ബോഡിയിൽ ഫ്ലൂയിഡ് ഓവർലോഡ് ആകും. ഓക്കെ, സോ അങ്ങനെ SIADHൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് ലിഥിയം കാർബണേറ്റ് മാത്രമാണ് അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കാറുള്ളത്. ആ സമയത്ത് പേഷ്യൻറ്റിന് വാസോപ്രസിൻ്റെ അളവ് കൂട്ടിയിട്ട് യൂറിൻ പ്രൊഡക്ഷൻ കൂട്ടി ആ ഒരു പ്രോബ്ലം, അതായത് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്ന സ്റ്റേറ്റ് തന്നെയാണ് SIADH. ഓക്കെ, അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇൻഡിക്കേഷൻസ് പറയുന്നത്. ദെൻ കോൺട്രാഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴൊക്കെ ഈ ഡ്രഗ് കൊടുക്കാൻ പാടില്ല. മൂഡ് സ്റ്റെബിലൈസേഴ്സ് ആയതുകൊണ്ടും ഇത് നമ്മളുടെ ബ്രെയിനിൻ്റെ ന്യൂറോ കെമിക്കൽസ് ലെവൽസിനെ തന്നെയാണ് ഇതും കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ 60 years എബോവ് ഉള്ള ആൾക്കാർക്ക്, അതായത് ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ഡ്രഗ്സ് ഫസ്റ്റ് നമ്മൾ പ്രിഫർ ചെയ്യത്തില്ല. വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ മാത്രമേ 60 above years ഉള്ളവർക്ക് ഇത് കൊടുക്കാറുള്ളൂ. ഓക്കെ, സോ സാധാരണ മാനിയാക് സ്റ്റേറ്റിലുള്ളത് ഒരു യങ് അഡൾട്ട്സൊക്കെ ആയിരിക്കും കൂടുതൽ മാനിയാക് സ്റ്റേറ്റിലേക്ക് വരുന്നത്. ഓൾഡർ ഏജിലേക്ക് വരുമ്പോഴത്തേക്കും മാനിയാക് സ്റ്റേറ്റിലുള്ള പേഷ്യൻസ് ഒക്കെ വളരെ കുറവാണ്. ഓക്കെ, സോ എന്തായാലും 60 years എബോവ് ഉള്ളവർ ഒരു റിസ്ക് ആണ്. ദെൻ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്ക് നമ്മൾ ലിഥിയം ഒരു ഓൾട്ടർനേറ്റീവായിട്ട് എടുക്കാറില്ല, മറ്റ് ഓപ്ഷൻസാണ് നോക്കാറുള്ളത്. ഓക്കെ, ദെൻ ഹാർട്ട് ഫെയിലിയർ. ഓക്കെ, സോ ഹാർട്ട് ഫെയിലിയർ കാരണം ഇത് ഒരു മെറ്റാലിക് സബ്സ്റ്റൻസ് ആണെന്ന് പറഞ്ഞു. അത് നമുക്ക് ECGയിലൊക്കെ വേരിയേഷൻസ് ഉണ്ടാക്കുന്ന ഒരു ഡ്രഗാണ്. അതുകൊണ്ട് തന്നെ ഹാർട്ട് ഫെയിലിയർ പേഷ്യൻസിനും നമ്മൾ
കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്, കൊടുക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഇത് മൂന്നുമാണ് മെയിനായിട്ടുള്ള കോൺട്രാ ഇൻഡിക്കേഷൻസ്. ദെൻ തീർച്ചയായിട്ടും ഡ്രഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ലിവർ ഫങ്ഷൻ ടെസ്റ്റും റീനൽ ഫങ്ഷൻ ടെസ്റ്റും ചെയ്തിരിക്കണം. ഇത് രണ്ടും പ്രോബ്ലം ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിരിക്കണം. എന്തെങ്കിലും പ്രോബ്ലം ഉള്ള കേസിൽ ലിവർ ഫെയിലിയറോ റീനൽ ഫെയിലിയറോ ഒക്കെ ഉള്ള സമയത്ത് നമ്മളിത് അത്രയും അങ്ങനെയുള്ള കേസുകളിലും മറ്റ് ഡ്രഗ് ഓപ്ഷൻസ് നോക്കിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് പോകാറുള്ളൂ. ഓക്കെ, ദെൻ അഡ്വേഴ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അഡ്വേഴ്സ് റിയാക്ഷനൊക്കെ എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഒരു ഡ്രഗ് തന്നെയാണ്. ഫസ്റ്റ് നമ്മുടെ സാധാരണ രീതിയിലുള്ള നോസിയ, വോമിറ്റിംഗ്, ഡയേറിയ ഇതൊക്കെ കോമൺ ആയിട്ട് പേഷ്യൻസിന് കാണാറുണ്ട്. നോസിയ, വോമിറ്റിംഗ്, ഡയേറിയ മിക്കവാറും പേഷ്യൻസിന് തന്നെ ഈ പ്രശ്നങ്ങൾ ഡ്രഗ് സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ കാണാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ 1 to 2 വീക്സ് സമയം എടുത്ത് കഴിയുമ്പോഴത്തേക്കും അവരുടെ ബോഡി, കാരണം ഇതൊരു മെറ്റലാണ്, പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നോസിയ, വോമിറ്റിംഗ് ഒരു മെറ്റൽ എടുക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും മെറ്റാലിക് സബ്സ്റ്റൻസ് ആയതുകൊണ്ട് അവരുടെ ഒരു ടേസ്റ്റ് ഒക്കെ ഡിഫറെൻ്റ് ആയതുകൊണ്ട് നോസിയ, വോമിറ്റിംഗ്, ഡയേറിയ ഒക്കെ ഇതൊക്കെ പെട്ടെന്ന് ഇൻഡ്യൂസ് ആകും. പക്ഷെ 1 to 2 വീക്സ് നമ്മൾ റെഗുലറായിട്ട് കഴിക്കുമ്പോഴത്തേക്കും അതെല്ലാം സ്റ്റേബിൾ ആവാറുണ്ട്. ഓക്കെ, പിന്നെയുള്ളത് ഹൈപ്പോതൈറോയിഡിസം. ഓക്കെ, സോ തൈറോക്സിൻ്റെ പ്രൊഡക്ഷനെ റെഡ്യൂസ് ചെയ്യും, അതായത് തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രൊഡക്ഷനെ കുറയ്ക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതാണ് ഹൈപ്പോതൈറോയിഡിസം പറഞ്ഞത്. അതുകൊണ്ട് ഗോയിറ്റർ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് പോകാൻ പോസിബിലിറ്റി ഉണ്ട്. സോ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് LFT, RFT ഒക്കെ ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ തൈറോയിഡ് ഫങ്ഷൻ കൂടെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, ദെൻ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് നമ്മൾ പറഞ്ഞു. അത് പേഷ്യൻറ്റിന് ഈ ഡ്രഗ് കഴിക്കുമ്പോഴത്തേക്കും പേഷ്യൻറ്റിന് പോളിയൂറിയ ഉണ്ടാകും, പോളിഡിപ്സിയ ഉണ്ടാകും. ഓക്കെ, പോളിയൂറിയ വരുന്നത് കൊണ്ടാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് പോവാം എന്ന് നമ്മൾ പറഞ്ഞത്. ഓക്കെ, സോ അപ്പോൾ പേഷ്യൻറ്റിന് പോളിയൂറിയ ഉണ്ടാകും, പോളിഡിപ്സിയ രണ്ടും, ഒരുപാട് വെള്ളം, ഭയങ്കര തേഴ്സ്റ്റിയും ആയിരിക്കും, ഒരുപാട് യൂറിനും പോകും. ഓക്കെ, ദെൻ CNS ടോക്സിസിറ്റി, സെൻട്രൽ നെർവസ് സിസ്റ്റം ടോക്സിസിറ്റി വരും. അതായത് പേഷ്യൻറ്റിന് ഭയങ്കരമായിട്ടുള്ള എക്സ്ട്രീം ഡിസീനസ്, ടയേർഡ്, മോർ ദാൻ ദാറ്റ് ട്രെമേഴ്സ് ഉണ്ടാകും. മിക്കവാറും പേഷ്യൻസിന് തന്നെ ലിഥിയം എടുക്കുന്ന സമയത്ത് അവർക്ക് ഭയങ്കരമായിട്ട് ട്രെമേഴ്സ് ഉണ്ടാകാറുണ്ട്, കയ്യിലും കാലിലും ഒക്കെ വിറവലുണ്ടാകും. പിന്നെ ട്വിച്ചിങ്, മസിൽ ട്വിച്ചിങ്, നമ്മുടെ കോച്ചിപ്പിടുത്തം എന്നൊക്കെ പറയില്ലേ, ആ മസിൽ ട്വിച്ചിങ് ഒരു പ്രോബ്ലമാണ്. ഓക്കെ, പിന്നെ ഭയങ്കര ടയേർഡായിട്ട് കാണപ്പെടാറുണ്ട്, ഭയങ്കര ഗിഡിനെസ് ഒക്കെ വരും. പേഷ്യൻറ്റിന് ലോസ് ഓഫ് അപ്പറ്റൈറ്റ് ഉണ്ടാകും, ഭക്ഷണം കഴിക്കാൻ ഭയങ്കര പ്രയാസമാണ്, അവർക്ക് വിശപ്പൊന്നും ഉണ്ടാകത്തില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഓക്കെ, ദെൻ ബ്ലഡ് പ്രഷറിൽ വേരിയേഷൻസ് ഒക്കെ കാണിക്കാറുണ്ട്. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്ന സെൻട്രൽ നെർവസ് സിസ്റ്റം എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. മെയിനായിട്ടും ട്രെമേഴ്സാണ് വരുന്നത്. ഓക്കെ, ദെൻ ഇൻ്ററാക്ഷൻ, ഡ്രഗ് ടു ഡ്രഗ് ഇൻ്ററാക്ഷൻ, മറ്റ് ഡ്രഗ്സിൻ്റെ ഏതൊക്കെ ഡ്രഗ്സിൻ്റെ കൂട്ടത്തിൽ ഇത് ഇൻ്ററാക്റ്റ് ചെയ്യാന്നുള്ളതാണ് അതിൽ വരുന്നത്. ഓക്കെ, സോ ഡയൂററ്റിക്സിൻ്റെ കൂട്ടത്തിൽ അഫക്റ്റ് ചെയ്യാം, കാരണം ഇത് ഓൾറെഡി SIADHന് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനിൽ ലിഥിയം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഡയൂററ്റിക്സുമായിട്ട് കൊടുക്കുന്ന ഒരു പേഷ്യൻസിന് കൊടുക്കുകയാണെങ്കിൽ അതിനകത്തൊരു ഇൻറ്ററാക്ഷൻ വരും. ഡയൂററ്റിക്സ് കൊടുക്കുന്ന പേഷ്യൻസിന് ലിഥിയം കൊടുക്കുകയാണെങ്കിൽ ലിഥിയം ടോക്സിസിറ്റിക്കുള്ള പോസിബിലിറ്റി കൂടും, അതാണ് പറയുന്നത്. ദെൻ ഇൻഡോമെഥാസിൻ, ടെട്രാസൈക്ലിൻ ആൻറ്റിബയോട്ടിക്കാണ്. ഇൻഡോമെഥാസിൻ അത് NSAID, AC ഇൻഹിബിറ്റർ നമ്മൾ BP കൊടുക്കുന്നത്. ദെൻ അഡ്രിനാലിൻ, ഇതൊക്കെ കൊടുക്കുന്ന കൂട്ടത്തിൽ ഈ മെഡിസിൻ ലിഥിയം കാർബണേറ്റ് കൊടുക്കുകയാണെങ്കിൽ ലിഥിയം ടോക്സിസിറ്റിക്കുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ദെൻ ഇൻസുലിൻ ആൻഡ് സൾഫനൈൽ യൂറിയാസ്, നമ്മൾ ഷുഗറിന് കൊടുക്കുന്ന മെഡിസിൻ. ഓക്കെ, സോ ഷുഗറിന് കൊടുക്കുന്ന മെഡിസിൻ, ഇതിന് ഒരു ലിഥിയം കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഹൈപ്പോഗ്ലൈസീമിയ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്, ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിനെ ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ പേഷ്യൻ്റ് ഹൈപ്പോ പോകും. ഓക്കെ, സോ ഓൾറെഡി ലിഥിയത്തിന് അങ്ങനെ ഒരു എഫക്റ്റ് ഉണ്ട്, ഇത് ഷുഗർ മെറ്റബോളിസത്തിനെ ഇൻ്റർഫിയർ ചെയ്യും, പേഷ്യൻ്റ് ഹൈപ്പോ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് ഇൻസുലിനും സൾഫനൈൽ യൂറിയാസും, ഓൾറെഡി ഡയബറ്റീസ് ഉണ്ട്, ഈ മെഡിസിൻസ് എടുക്കുന്നയാളാണെങ്കിൽ വീണ്ടും അവർക്ക് ഹൈപ്പോഗ്ലൈസീമിയ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഡ്രഗ് ഇൻ്ററാക്ഷനിൽ പറയാനുള്ളത്. ഓക്കെ, സോ ഇനിയുള്ളത് നഴ്സസ് റെസ്പോൺസിബിലിറ്റീസ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പേഷ്യൻറ്റിന് ലിഥിയം കാർബണേറ്റ് കൊടുക്കുമ്പോൾ പേഷ്യൻറ്റിൻ്റെ തെറാപ്യൂട്ടിക് ലെവലിനെ, അതായത് 1.5 താഴെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ,
ഇനി പേഷ്യൻറ്റിനെ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് അല്ലെങ്കിൽ 4 days വൺസ് ഡോക്ടർ പറയുന്നതനുസരിച്ച് സീറം ലിഥിയം ചെക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. കറക്റ്റ് സമയത്ത് തന്നെ ലിഥിയമിൻ്റെ ടാബ്ലറ്റ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പേഷ്യൻറ്റിന് ലിഥിയം ടാബ്ലറ്റ് കൊടുക്കുന്നത് എലോങ് വിത്ത് ഫുഡിൻ്റെ കൂട്ടത്തിൽ കൊടുക്കുക. അങ്ങനെ ആകുമ്പോഴത്തേക്കും ഈ മെറ്റാലിക് സബ്സ്റ്റൻസിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നതും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൊമക്ക് അപ്സെറ്റൊക്കെ റെഡ്യൂസ് ഉണ്ടാവാതിരിക്കാനും നോസിയ വോമിറ്റിംഗ് പോലെയുള്ള പ്രോബ്ലത്തിനെയൊക്കെ സബ്സൈഡ് ചെയ്യാനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പിന്നെ ഇവർക്ക് ലോസ് ഓഫ് അപ്പറ്റൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഉണ്ടാകാം, അങ്ങനെയുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് കുറേ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫുഡ്, ഫിംഗർ ഫുഡൊക്കെ, അതായത് കൊണ്ടു നടന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫിംഗർ ഫുഡായിട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ പേഷ്യൻറ്റിനെ എപ്പോഴും നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. ലിവർ ഫങ്ഷൻ ടെസ്റ്റ്, റീനൽ ഫങ്ഷൻ ടെസ്റ്റ്, തൈറോയിഡ് എസ്പെഷ്യലി. ഓക്കെ, സോ കാരണം തൈറോക്സിൻ ഹോർമോൺ കുറയാനുള്ള പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് തൈറോയിഡ് ടെസ്റ്റും ഡോക്ടർ പറയുന്ന അനുസരിച്ച് ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ പേഷ്യൻറ്റിൻ്റെ സൈഡ് എഫക്ട്സ്, എന്തൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ട്? നോസിയ, വോമിറ്റിംഗ്, ഡയേറിയ കോമൺ സൈഡ് എഫക്ട്സ് ആണ്. അത് 1 to 2 weeks റെഗുലറായിട്ട് പേഷ്യൻറ്റ് മെഡിസിൻ എടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും സബ്സൈഡായി പോകാറുണ്ട്. പിന്നെ ടോക്സിക് ലെവലിലേക്ക് വരുമ്പോഴാണ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്നത്. ട്രെമേഴ്സും മസിൽ ട്വിച്ചിങ് പോലെയുള്ള മസിൽ കോച്ചി പിടിക്കുന്നതോ കൈയും കാലും ഒക്കെ വിറയ്ക്കുന്നതൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അതൊരു ടോക്സിക് ലെവലിലേക്ക് വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ മെഡിസിൻ്റെ ഡോസ് റെഡ്യൂസ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ സബ്സൈഡ് ചെയ്യാൻ, അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൗണ്ടർ മെഡിസിൻസ് എന്തെങ്കിലും കൊടുക്കണം. അത് ബേസ്ഡ് ഓൺ ദ ഡോക്ടേഴ്സ് ഓർഡർ വി നീഡ് ടു ഫോളോ ഇറ്റ്. ഓക്കെ, സോ ദീസ് ആർ ദ തിങ്സ് ഇമ്പോർട്ടൻറ്റ് ഇൻ ആൻറ്റി-മാനിയാക് ഡ്രഗ്സ്. ഓക്കെ, സോ നമ്മൾ സോ ഫാർ വി ഹാവ് സീൻ മൂഡ് ഡിസോർഡേഴ്സ് എന്താണെന്ന് പഠിച്ചു. മൂഡ് സ്റ്റെബിലൈസേഴ്സിനകത്ത് ലിഥിയം, സോഡിയം വാൽപ്രോയേറ്റ് ആൻഡ് കാർബമസപ്പൈൻ ഇത് മൂന്നും വരുമെന്ന് പറഞ്ഞു. പിന്നെ ലിഥിയം കാർബണേറ്റ് സ്പെഷ്യലായിട്ട് അതിൻ്റെ ഡോസ്, അതിൻ്റെ ആക്ഷൻ എന്തൊക്കെയാണ്, ഇൻഡിക്കേഷൻ, എസ്പെഷ്യലി അതിൻ്റെ തെറാപ്യൂട്ടിക് ലെവൽ, പ്രൊഫൈലാക്റ്റിക് ലെവൽ, ടോക്സിക് ലെവൽ, അത് മൂന്നും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഇൻഡിക്കേഷൻസ് എപ്പോഴൊക്കെ കൊടുക്കാം, കോൺട്രാ ഇൻഡിക്കേഷൻ എപ്പോഴൊക്കെ കൊടുക്കാൻ പാടില്ല, അഡ്വേഴ്സ് റിയാക്ഷൻ എന്തൊക്കെയാണ്, ഡ്രഗ് മറ്റേതൊക്കെ ഡ്രഗ്സിൻ്റെ കൂടെ ഇൻ്ററാക്ഷൻ വരാം, പിന്നെ നഴ്സസ് റെസ്പോൺസിബിലിറ്റി. ഓക്കെ, സോ ഇനി എന്തെങ്കിലും മൂഡ് സ്റ്റെബിലൈസേഴ്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വേറൊരു ഡ്രഗുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.